തിരുസഭ 24. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വർഷം മാർപ്പാപ്പ കരുണയുടെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ അനേകർ ഈ കരുണയുടെ വർഷത്തെ വളരെ സീരിയസ് ആയിട്ടെടുത്ത് വിശുദ്ധ വാതിലൂടെ പ്രവേശിച്ച് പൂർണ്ണ ദണ്ഡവിമോചനത്തിനാവശ്യമായ 3 കാര്യങ്ങൾ ചെയ്ത് അനേകർ ആത്മാക്കളെ പൂർണ്ണ ദണ്ഡവിമോചനത്തിലൂടെ പരിപോഷിപ്പിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ആയിരിക്കുക. നവംബർ മാസം 20-ാം തീയതിയോടുകൂടി തീരുന്ന ഈ കരുണയുടെ വർഷത്തിൽ നമ്മുടെ ആത്മാവിനെ ഏറ്റവും കൂടുതൽ വിശുദ്ധീകരിക്കുവാൻ അനേകർ തീഷ്ണതയോടുകൂടി ഓടി നടക്കുമ്പോൾ, മറ്റൊരു സ്ഥലത്ത് അനേകർ കരുണയുടെ വർഷത്തെ വളരെ ലാഘവത്തോടു കൂടി കാണുന്നതായും മനസ്സിലാക്കുന്നുണ്ട്. കരുണയുടെ വർഷം എന്താണെന്ന് അറിയാമെങ്കിലും അതിൻ്റെ പ്രത്യേകത എന്താണെന്നോ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നോ, കരുണയുടെ വർഷത്തിൽ വിശുദ്ധ വാതിലിലൂടെ പ്രവേശിച്ച് പൂർണ്ണമായ ദണ്ഡവിമോചനം നേടേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നോ അത് എപ്രകാരം നേടണമെന്നോ ഒന്നും അറിയാതെ, ഇല്ലെങ്കിൽ അറിയാൻ താല്പര്യമില്ലാതെ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അതിന് മുൻകൈ എടുക്കാതെ വളരെ ഒരു മന്ദോഷ്ണരായി ജീവിക്കുന്ന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉടമകളും ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സാഹചര്യത്തിൽ പൂർണ്ണമായ ദണ്ഡവിമോചനം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കൾക്ക് എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണെന്നും, മാർപ്പാപ്പ ഈ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കരുണയുടെ വർഷത്തിൽ എല്ലാ കത്തോലിക്ക കത്തീഡ്രലുകളിലും മാർപ്പാപ്പ വിശുദ്ധ വാതിൽ സ്ഥാപിച്ചിരിക്കുന്ന വിവരവും നമുക്കറിയാം. അതോടൊപ്പം തന്നെ സ്ഥലത്തെ മെത്രാൻ കത്തീഡ്രലിന് ഉപരിയായി മറ്റ് ചില ദേവാലയങ്ങളെയും വിശുദ്ധ വാതിൽ സ്ഥാപിച്ച് പൂർണ്ണ ദണ്ഡവിമോചനത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ ദണ്ഡവിമോചനം എന്ന് പറയുക? അതും കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും 2 പരിണിത ഫലങ്ങളുണ്ട്. 1 നിത്യശിക്ഷ, 2 താൽക്കാലിക ശിക്ഷ. നിത്യശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വർഗം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, നിത്യനാശത്തിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം. താൽക്കാലിക ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തോ, ഇല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തോ നമ്മൾ അനുഭവിച്ചു തീർക്കേണ്ട ശിക്ഷ. ഈ 2 ശിക്ഷ, നിത്യശിക്ഷ, താൽക്കാലിക ശിക്ഷ എന്നിങ്ങനെ 2 പരിണിത ഫലം നമ്മുടെ ഓരോ പാപത്തിനുമുണ്ട്. നമ്മൾ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ പാപമോചനം കുമ്പസാരം എന്ന കൂദാശയിലൂടെ സ്വീകരിച്ചാലും പാപത്തിൻ്റെ പരിണിത ഫലമായി ഉണ്ടായ താൽക്കാലിക ശിക്ഷ ബാക്കി നിൽക്കും. ഈ താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ്, അല്ലെങ്കിൽ ഇളച്ചു കൊടുക്കലാണ് യഥാർത്ഥത്തിൽ ദണ്ഡവിമോചനം. അതായത് കുമ്പസാരം എന്ന കൂദാശ വഴി പാപത്തിൻ്റെ കുറ്റവും പാപത്തിൻ്റെ നിത്യശിക്ഷയായ നരകവും ദൈവകരുണയാൽ നീക്കം ചെയ്യപ്പെടുന്നു. എന്നാൽ പാപത്തിൻ്റെ പരിണിതഫലമായി സംഭവിച്ചതും ദൈവനീതി ആവശ്യപ്പെടുന്നതുമായ താൽക്കാലിക ശിക്ഷ കുമ്പസാരം എന്ന കൂദാശയിലൂടെ മാത്രം തീരുന്നില്ല. അത് വിശുദ്ധ ജീവിതം വഴിയും മറ്റ് ആത്മീയ മാർഗങ്ങളിലൂടെയും പരിഹരിക്കപ്പെടണം. പാപത്തിന് നിത്യശിക്ഷ, താൽക്കാലിക ശിക്ഷ എന്നിങ്ങനെ 2 പരിണിത ഫലങ്ങളുണ്ടെന്ന കാര്യം നാം പ്രത്യേകം ഓർക്കണം. നല്ല കത്തോലിക്ക വിശ്വാസികൾ പോലും കുമ്പസാരം നടത്തി കുമ്പസാരത്തിൽ നൽകുന്ന പ്രായശ്ചിത്തം നിറവേറ്റിയാൽ എല്ലാം പൂർത്തിയായി എന്ന് ചിന്തിക്കുന്നവരാണ്. അതൊരു ചെറിയ പരിഹാരം മാത്രമേ ആകുന്നുള്ളൂ. പാപത്തിന് നാം ശരിയായ പരിഹാരം ചെയ്യണം. പരിഹാരം ചെയ്ത് നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. താൽക്കാലിക ശിക്ഷകളെ പൂർണ്ണമായി അകറ്റണം. ഓരോ പാപത്തിനും ഈ ഭൂമിയിൽ വച്ച് തന്നെ നാം പരിഹാരം ചെയ്താൽ സ്വർഗീയ ആനന്ദം എളുപ്പത്തിൽ അനുഭവിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പാപപരിഹാരത്തെക്കുറിച്ച് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. പാപമോചന ആശീർവാദം, അതായത് കുമ്പസാരത്തിൽ ലഭിക്കുന്ന പാപമോചന ആശീർവാദം പാപത്തെ നീക്കം ചെയ്യുന്നു. പക്ഷേ പാപമുണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്രമരാഹിത്യങ്ങളെയും അത് പരിഹരിക്കുന്നില്ല.
പാപത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടുവെങ്കിലും പാപി തൻ്റെ ആധ്യാത്മിക ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ പാപത്തിന് പ്രതിവിധിയായി എന്തെങ്കിലും കൂടുതൽ ചെയ്തുകൊണ്ടാണ് അത് വീണ്ടെടുക്കേണ്ടത്. അവൻ തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം, ഇല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. നമ്മൾ കരുണക്കൊന്ത ചൊല്ലിയോ ജപമാല ചൊല്ലിയോ എല്ലാ ദിവസവും സാധിക്കുന്ന പോലെ വിശുദ്ധ ബലി അർപ്പിച്ചോ കുരിശിൻ്റെ വഴി ചൊല്ലിയോ മറ്റവർക്ക് ദാനധർമ്മം നടത്തിയോ പാവപ്പെട്ടവരെ സഹായിച്ചോ അന്യരെ സഹായിച്ചോ ഒക്കെ പല രീതിയിലും നമുക്ക് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും. വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നു: താൽക്കാലിക ശിക്ഷ ചിലർ ഈ ലോകത്തിൽ വച്ച് തന്നെ അനുഭവിക്കുന്നു, മറ്റു ചിലർ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്തും, വേറെ ചിലരാകട്ടെ ഈ ലോകത്തിൽ വച്ചും മരണശേഷവും അത് അനുഭവിക്കുന്നു. എന്തായാലും അവസാനത്തെയും വളരെ കർശനവുമായ അന്ത്യവിധിക്ക് മുൻപായി താൽക്കാലിക ശിക്ഷ അനുഭവിച്ചു തീരണം. ഭൂമിയിൽ വച്ച് പരിഹാരം ചെയ്യാത്ത പാപങ്ങൾക്കാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഒരാത്മാവ് പരിഹാരം തേടുന്നത്. ഒരാൾക്ക് തനിക്ക് വേണ്ടി തന്നെയോ അല്ലെങ്കിൽ ശുദ്ധീകരണ ആത്മാക്കളുടെ പാപപരിഹാരാർത്ഥം അവർക്ക് വേണ്ടിയോ ദണ്ഡവിമോചനം നേടാവുന്നതാണ്. പക്ഷേ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി ദണ്ഡവിമോചനം നേടാൻ കഴിയില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും പരിഹാരവും യോഗ്യതകളും അടങ്ങിയ സഭയുടെ ആത്മീയ ഭണ്ഡാരത്തിൽ നിന്നാണ് സഭ ഇത് വിശ്വാസികൾക്ക് സാധ്യമാക്കുന്നത്. ദണ്ഡവിമോചനത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി ചെയ്ത പരിഹാര ബലിയാണ്. കർത്താവ് യേശുക്രിസ്തു ചെയ്ത പരിഹാരമാണ് നമ്മൾക്ക് ദണ്ഡവിമോചനത്തിൻ്റെ അടിസ്ഥാനം. ഈ പ്രസാദവരത്തിൻ്റെ ആത്മീയ ഭണ്ഡാരം സഭയുടെ ഹിതാനുസരണം ഉപയോഗിക്കാൻ വിശുദ്ധ പത്രോസ്ലീഹായ്ക്കും കൈവയ്പിലൂടെ പത്രോസ്ലീഹായുടെ പിൻഗാമികളായ റോമാ മാർപ്പാപ്പമാർക്കും ഈശോ അധികാരം നൽകിയിട്ടുണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 19 നമ്മൾ കാണുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്ന് വിശുദ്ധ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഈ അധികാരം പത്രോസ്ലീഹായ്ക്കും പത്രോസ്ലീഹായുടെ പിൻഗാമികളായ മാർപ്പാപ്പമാർക്കും പകർന്നു കൊടുത്തിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ താൽക്കാലിക ശിക്ഷയെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ നമ്മൾ വളരെ വ്യക്തമായൊരു സംഭവം കാണുന്നുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം തിരുലിഖിതങ്ങളിൽ. അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇപ്രകാരമാണ്: ദാവീദ് രാജാവ് 2 പാപം ചെയ്തു. ഊറിയായുടെ ഭാര്യയായ ബത്ശബായുമായി വ്യഭിചാരം ചെയ്തു. 1. 2. ഈ പാപം മറച്ചു വെക്കുവാൻ ഊറിയായെ യുദ്ധത്തിൻ്റെ മുൻനിരയിൽ നിർത്തി വധിച്ചു കളഞ്ഞു. അങ്ങനെ കൊലപാതകം ചെയ്ത് 2 പാപം. ഇത് ചെയ്ത ഉടനെ ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുത്തേക്ക് അയച്ച് തൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ദാവീദ് രാജാവ് ഹൃദയം കൊണ്ട് അനുതപിച്ചു, പശ്ചാത്തപിച്ചു, നിലവിളിച്ച് ദൈവസേന പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. അങ്ങനെ തൻ്റെ പാപം പൊറുക്കണമേ എന്ന് ദൈവസേന നിലവിളിച്ച് പ്രാർത്ഥിച്ച ദാവീദ് രാജാവിൻ്റെ യഥാർത്ഥമായ അനുതാപവും പശ്ചാത്താപവും കണ്ട് നാഥാൻ പ്രവാചകനെ വീണ്ടും ദൈവം ദാവീദിൻ്റെ അടുത്തേക്ക് അയച്ച് ഇപ്രകാരം പറഞ്ഞു: കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. ഇവിടെ മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിനക്ക് നിത്യമരണം, അതായത് നിത്യനാശം സംഭവിക്കുകയില്ല. നിന്റെ നിത്യശിക്ഷ കർത്താവ് എടുത്തു മാറ്റിയിരിക്കുന്നു. ഇതാണ് കുമ്പസാരം എന്ന കൂദാശയിൽ നമ്മൾ അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ സംഭവിക്കുക. നമ്മുടെ നിത്യശിക്ഷ കർത്താവ് ഏറ്റുമാകും. പിന്നെ നമ്മൾ നരകത്തിൽ പോകില്ല, സ്വർഗം ഗ്യാരണ്ടിയായി കർത്താവ് നൽകുന്നു. അതാണ്, നീ പിന്നെ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തികൾ കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. ഇതാണ് താൽക്കാലിക ശിക്ഷ. തൻ്റെ വ്യഭിചാരം, കൊലപാതകം എന്ന പാപം ചെയ്ത് ദൈവത്തെ അവഹേളിച്ചതിനാൽ ഈ ലോകത്ത് ദാവീദ് അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ തൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിലൂടെ പരിഹരിക്കേണ്ടി വന്നു. ഇതുപോലെ ക്ഷമിക്കപ്പെട്ട എല്ലാ പാപങ്ങൾക്കും അതിനനുസൃതമായി താൽക്കാലിക ശിക്ഷ ഉണ്ട്, ശിക്ഷ കൂടി ഉണ്ടെന്നുള്ള കാര്യം നാം മറക്കരുത്.
ഈ ലോകത്തിൽ വെച്ചോ മരണാനന്തരം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ചോ അതിന് തക്ക പരിഹാരം ചെയ്ത് ശുദ്ധീകരിക്കപ്പെട്ട് ശിക്ഷയിൽ നിന്ന് മോചനം നേടണം. അതിനായി സഭയുടെ ആത്മീയ ഭണ്ഡാരത്തിൽ നിന്ന് വിശ്വാസികൾക്കായി നൽകുന്ന ഒരു ശിക്ഷാ ഇളവാണ് ദണ്ഡവിമോചനം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കരുണയുടെ വർഷത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ ദണ്ഡവിമോചനത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണം ഇപ്രകാരമാണ്. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തെമ്പാടുമുള്ള കത്തീഡ്രലുകളിലും കത്തോലിക്ക കത്തീഡ്രലുകളിലും മറ്റ് സ്ഥലത്തെ മാത്രം നിയോഗിച്ചിരിക്കുന്ന ചില ദേവാലയങ്ങളിലും കരുണയുടെ വാതിൽ അല്ലെങ്കിൽ വിശുദ്ധ വാതിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ വാതിലൂടെ പ്രവേശിച്ച് 3 കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്കാണ് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുക. ഇനി ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ വാതിലൂടെ പ്രവേശിച്ച് നല്ല മുഴുവൻ കുമ്പസാരം നടത്തി അനുതാപത്തോടു കൂടി നല്ല കുമ്പസാരം നടത്തണം. 2, വിശുദ്ധ ബലിയർപ്പിച്ച് യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കണം. 3, മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയൊന്നുമില്ല. നമ്മൾ ഒന്നെങ്കിൽ ചിലരൊരു ജപമാലയിൽ പ്രാർത്ഥിക്കും, ചിലരൊരു കരുണക്കൊന്തയിൽ പ്രാർത്ഥിക്കും, ചിലർ 3 വിശ്വാസ പ്രമാണം ചെല്ലും, ചില എത്രയും നീളം മാതാവ് ചെല്ലും. അങ്ങനെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണ അനുസരിച്ച് നമുക്ക് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് ഇപ്രകാരം പറയണം: കർത്താവേ, ഞാൻ ചൊല്ലിയ ഈ കരുണക്കൊന്ത മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ് ലിറ്ററലി കാഴ്ചവെക്കണം. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധ വാതിലിലൂടെ പ്രവേശിക്കുന്ന വ്യക്തികൾക്കാണ് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുക. പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയും സകല പരിണിത ഫലങ്ങളും കർത്താവ് ആ നിമിഷം എടുത്തു മാറ്റുകയാണ്. അതിനുശേഷം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, മറ്റു പാപം ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് കർത്താവ് നമ്മളെ നേരെ കൂട്ടിക്കൊണ്ടു പോകും. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം ഇന്ന് വരെ ചെയ്ത ഈ ദണ്ഡവിമോചനം ഏറ്റെടുക്കുന്ന വരെ ചെയ്ത സകല പാപത്തിൻ്റെ ശിക്ഷയും പാപത്തിൻ്റെ പരിണിത ഫലവും പൂർണ്ണമായി നീക്കം ചെയ്യപ്പെടുന്ന ദൈവത്തിന് അനന്തമായ കരുണ ഒഴുകുന്ന ഒരു അനുഭവമാണ് പൂർണ്ണ ദണ്ഡവിമോചനം. ഓരോ ആത്മാവും ദാഹിക്കുകയാണ് പൂർണ്ണ ദണ്ഡവിമോചനത്തിന് വേണ്ടി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി നമ്മൾ വിശുദ്ധ വാതിൽ സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ എപ്പോഴും വൈദികർ കുമ്പസാരിപ്പിക്കുവാനായി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മുടെ വികാരിച്ചന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിലുള്ള അച്ഛന്മാരുടെയൊക്കെ അടുത്ത് പോയി കുമ്പസാരിച്ച് നമുക്ക് വിശുദ്ധ വാതിലിലേക്കുള്ള തീർത്ഥാടന യാത്ര നടത്താനും സാധിക്കും. കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ചു കഴിഞ്ഞ് ആ വരപ്രസാദത്തിലാണ് നമ്മളെങ്കിൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ മറ്റ് ദേവാലയത്തിൽ വിശുദ്ധ സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയത്തിൽ പോയി ഈ തീർത്ഥാടന യാത്ര നടത്തി മറ്റ് 3 കാര്യങ്ങളും ഈ വിശുദ്ധ വാതിൽ സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയത്തിൽ വെച്ച് തന്നെ ചെയ്യണം. അവിടെ വിശുദ്ധ ബലി അർപ്പിക്കണം, വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കണം, മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വിശുദ്ധ വാതിലൂടെ പ്രവേശിക്കണം. അതിൻ്റെ ഓർഡർ ഡസ് നോട്ട് മാറ്റർ. നമ്മൾ ചില പള്ളികളുടെയൊക്കെ മെയിൻ പ്രവേശന കവാടമായിരിക്കും ഈ ഹോളി ഡോറായിട്ട് വെച്ചിരിക്കുക. അപ്പോൾ അതിലൂടെ പ്രവേശിച്ചെങ്കിലേ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓർഡർ ഡസ് നോട്ട് മാറ്റർ. ഈ 4 കാര്യങ്ങളും അവിടെ ചെയ്യുക എന്നാണ് പ്രധാനപ്പെട്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി ഇവയൊക്കെ ചെയ്താലും നമുക്ക് പൂർണ്ണമായ ദണ്ഡവിമോചനം ലഭിക്കാത്ത ചില സാഹചര്യമുണ്ട്. അതായത് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിലൂടെ 5-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അതായത് നമ്മൾ ഈ കരുണയുടെ വർഷത്തിൽ ഈ ഹോളി ഡോറിലേക്ക് തീർത്ഥാടന യാത്ര നടത്തി ഈ പൂർണ്ണ ദണ്ഡവിമോചനത്തിന് വേണ്ട 3 കാര്യങ്ങൾ ചെയ്താലും ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുകയില്ല. നമ്മളിപ്പോഴും ഏതെങ്കിലും വ്യക്തിയോട് മനസ്സിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും വെച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിയോട് ക്ഷമിക്കാതെ, വർഷങ്ങളായ വ്യക്തിയോട് സംസാരിക്കാതെ, ഇല്ല അവർ വീട്ടിൽ നിന്ന് കയറി ചെയ്ത് സംസാരിക്കാതെ, നാവ് കൊണ്ട് ഞാൻ ക്ഷമിച്ചു എന്ന് പറയും, ഉള്ളിൻ്റെ ഉള്ളിൽ ക്ഷമിക്കാതിരിക്കുകയും ചെയ്ത് ആ വ്യക്തിയെ കാണുമ്പോൾ മാറി നടക്കുന്നു. നമ്മൾ പള്ളിയിൽ വെച്ചോ മറ്റ് പബ്ലിക് സ്ഥലങ്ങളിൽ വെച്ചോ എന്നെ വേദനിപ്പിച്ച ഏതെങ്കിലും വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയോടൊന്ന് സംസാരിക്കാതെ മുഖം മറച്ച് നടക്കുന്ന സാഹചര്യം, അവയൊക്കെ വെറുപ്പ് മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ്. ഇപ്രകാരം മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ട്
വെച്ചുകൊണ്ട് ക്ഷമിച്ചെന്ന് പറയുകയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ക്ഷമിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഈ ആത്മീയ തീർത്ഥാടന യാത്ര നടത്തി വിശുദ്ധ വാതിലൂടെ പ്രവേശിച്ച് ദണ്ഡവിമോചനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്താലും നമുക്ക് ദണ്ഡവിമോചനം സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കർത്താവ് വിശുദ്ധ ലിഖിതത്തിൽ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: നിന്നോട് തെറ്റ് ചെയ്യുന്നവരോട് നീ ക്ഷമിച്ചെങ്കിൽ മാത്രമേ സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് ക്ഷമിക്കുകയുള്ളൂവെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശുദ്ധ വാതിലൂടെ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഈ മറ്റ് കാര്യങ്ങൾ ചെയ്യും വളരെ പ്രധാനമായി ചിന്തിക്കുന്ന ഇപ്രകാരമാണ്: വിശുദ്ധ വാതിലുള്ള സ്ഥലങ്ങൾ നമ്മൾ കടന്നു ചെല്ലണം. പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ 3 വ്യവസ്ഥകൾ നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും വ്യക്തിയോട് ഇപ്പോഴും എനിക്ക് രമ്യതപ്പെടാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് രമ്യതപ്പെട്ട് വിളിച്ച് സംസാരിച്ച് അവർ കുടുംബത്തിൽ പോയി, ഇല്ലെങ്കിൽ മാപ്പ് കൊടുക്കേണ്ടവന് മാപ്പ് കൊടുത്തും മാപ്പ് ചോദിക്കേണ്ടവർ മാപ്പ് ചോദിച്ചും വേണം നമ്മൾ ഈ തീർത്ഥാടന യാത്ര നടത്തുവാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവ് പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ഇപ്രകാരമുള്ള വലിയ ദൈവാനുഭവത്തിലേക്ക് ഈ വർഷം മാർപ്പാപ്പ നമ്മൾ ക്ഷണിക്കുമ്പോൾ സഹോദരങ്ങളെ, ഇത് പാഴാക്കി കളയരുത്. നമ്മുടെ ആത്മാവ് ദാഹിക്കുകയാണ് നമ്മൾ പൂർണ്ണ ദണ്ഡവിമോചനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ അവധിക്കൊക്കെ നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെ അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ട് നമ്മൾ ഷോപ്പിങ്ങിനും നമ്മൾ പിക്നിക്കുകൾക്കും മറ്റ് വിനോദങ്ങൾക്കും പോകുന്നതിനുപരിയായി നമ്മുടെ വർഷത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഇതുപോലെയുള്ള അവസരങ്ങൾ മാതാപിതാക്കളെ കൊണ്ട് നമ്മൾ വിശുദ്ധവാദം സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയങ്ങളിൽ പോയി പൂർണ്ണ ദണ്ഡവിമോചനം വേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മളിലൂടെ അവർക്കും നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വർഷം ഈ സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ വലിയ ദൈവാനുഭവത്തെ പാഴാക്കി കളയാതെ തീക്ഷ്ണതയോടുകൂടി നമുക്കും ഈ തീർത്ഥാടന യാത്ര പല പ്രാവശ്യം നടത്തി മരിച്ചുപോയ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയവർക്കും നമുക്ക് ദണ്ഡവിമോചനം ഏറ്റെടുക്കാവുന്നതാണ്. സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ പ്രഭാഷണം ജീവിത വിശുദ്ധിയും ആത്മാക്കളുടെ രക്ഷയും എന്ന് ജോർജ് കൊളിനാൽ എഴുതിയ പുസ്തകത്തിൽ നിന്നും വിശുദ്ധ ലിഖിതത്തിൽ നിന്നും എഴുതിയിട്ടുള്ളതാണെന്ന് ഒത്തിരി കൃതജ്ഞതയോടെ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. കരുണയുടെ ദൈവത്തിൻ കരുണയുടെ ദൈവത്തിൻ കരുണയുടെ ജൂബിലി വർഷം ജൂബിലി വർഷം ജൂബിലി വർഷം. കരുണയുടെ ദൈവത്തിൻ കരുണയുടെ ദൈവത്തിൻ കരുണയുടെ ജൂബിലി വർഷം ജൂബിലി വർഷം ജൂബിലി വർഷം. കരുണയല്ലേ ദൈവം കരുണയല്ലേ, കരുണ കടലല്ലേ എൻ്റെ ദൈവം. കരുണയല്ലേ ദൈവം കരുണയല്ലേ, കരുണ കടലല്ലേ എൻ്റെ ദൈവം. ഇന്നെൻ്റെ ജീവിതം ദൈവത്തിൻ കരുണയല്ലേ, ഇന്നെൻ്റെ ജീവിതം ദൈവത്തിൻ കരുണയല്ലേ. ഞാനായിരുന്നതും ഞാനായിരിക്കുന്നതും എല്ലാം ദൈവത്തിൻ കരുണയല്ലേ. ഞാനായിരുന്നതും ഞാനായിരിക്കുന്നതും എല്ലാം ദൈവത്തിൻ കരുണയല്ലേ. കരുണയല്ലേ
ദൈവം കരുണയല്ലേ, കരുണ കടലല്ലേ എൻ്റെ ദൈവം. താതനാം ദൈവത്തിൻ കരുണയല്ലേ ഈ മണ്ണിലേശുവിൻ മനുഷ്യാവതാരം. താതനാം ദൈവത്തിൻ കരുണയല്ലേ ഈ മണ്ണിലേശുവിൻ മനുഷ്യാവതാരം. പീഠാസഹനവും കുരിശുമരണവും ഈശോയ്ക്കെന്നോടുള്ള കരുണയല്ലേ. പീഠാസഹനവും കുരിശുമരണവും ഈശോയ്ക്കെന്നോടുള്ള കരുണയല്ലേ. ബലിവസ്തുവായതും ബലിയായി തീർന്നതും ഈശോയ്ക്കെന്നോടുള്ള കരുണയല്ലേ. ബലിവസ്തുവായതും ബലിയായി തീർന്നതും ഈശോയ്ക്കെന്നോടുള്ള കരുണയല്ലേ, കരുണയല്ലേ ദൈവം കരുണയല്ലേ, കരുണ കടലല്ലേ എൻ്റെ ദൈവം. അൾത്താരയിലെന്നും മുറിക്കപ്പെടുന്നതും സക്രാരിയിലെന്നെ കാത്തിരിക്കുന്നതും. അൾത്താരയിലെന്നും മുറിക്കപ്പെടുന്നതും സക്രാരിയിലെന്നെ കാത്തിരിക്കുന്നതും. പാപങ്ങൾക്കൊക്കെയും മാപ്പേകിടുന്നതും ഈശോയ്ക്കെന്നോടുള്ള കരുണയല്ലേ. പാപങ്ങൾക്കൊക്കെയും മാപ്പേകിടുന്നതും ഈശോയ്ക്കെന്നോടുള്ള കരുണയല്ലേ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്കെന്നും കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്കെന്നും കരുണ ലഭിക്കും. ബലിയേക്കാൾ ശ്രേഷ്ഠം കരുണയത്രേ, ബലിയേക്കാൾ ശ്രേഷ്ഠം കരുണയത്രേ. നമുക്കും പരസ്പരം കരുണ കാണിക്കാം, കരുണയാൽ ജീവിതം ധന്യമാക്കാം. നമുക്കും പരസ്പരം കരുണ കാണിക്കാം, കരുണയാൽ ജീവിതം ധന്യമാക്കാം. നമുക്കും പരസ്പരം കരുണ കാണിക്കാം, കരുണയാൽ ഈ ലോകം സുന്ദരമാക്കാം. നമുക്കും പരസ്പരം കരുണ കാണിക്കാം, കരുണയാൽ ഈ ലോകം സ്വർഗമാക്കാം. കരുണയാൽ ഈ ലോകം സ്വർഗമാക്കാം.